നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഇംതിയാസ്, ഉള്ളിൽ ഇപ്പോഴും ഒരു തീജ്വാലകൾ കാണുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പ്രവേശിക്കുക എന്നതാണ് പ്രധാനം അല്ലേ? പുറമേക്കോ അല്ലെങ്കിൽ മറ്റ് നേരത്തെ തൊട്ട് ചേർന്നുള്ള ഒരു വലിയ കെട്ടിടത്തിലേക്കൊക്കെ തീ പടരാനുള്ള ഒരു സാധ്യത അതൊക്കെ നമ്മൾ പരമാവധി പ്രതിരോധിച്ചിട്ടുണ്ടല്ലേ? ദിവിഷ്മണി, ഉള്ളിൽ ഇപ്പോഴും ആ രീതിയിലുള്ള തീജ്വാലയുണ്ട്. എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ആ രീതിയിലുള്ള തീജ്വാലയില്ല. ഏറെക്കുറെ ഒരു 50-60% വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും ഒരു പ്രതിസന്ധിയായി തുടരുന്ന കാര്യം, നേരത്തെയൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു ഭാഗത്ത് തീ അണച്ച് മറ്റു ഭാഗത്തേക്ക് കടക്കുമ്പോൾ വീണ്ടും മറ്റൊരു ഭാഗത്ത് വീണ്ടും തീ ഉയരുന്നതായിട്ട് നേരത്തെയൊക്കെ കണ്ടിരുന്നു. ആ സാധ്യത നമുക്ക് ഇപ്പോഴും തള്ളിക്കളയാനാവില്ല. അതിനു വേണ്ടിയിട്ട് ഈ ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വെള്ളം, അതായത് തീ അണഞ്ഞ സ്ഥലത്തേക്ക് പോലും വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് അങ്ങോട്ടേക്ക് വെള്ളം പമ്പ് ചെയ്യുകയാണ്. അങ്ങനെ തുടർച്ചയായിട്ട് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഭാഗത്ത് തീ പൂർണ്ണമായും ശമിച്ചു, തീ ഇനി കത്തില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ആ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവർ നടത്തുന്നത്. നേരത്തെയൊക്കെ കത്തിയിരുന്ന ഇതിന്റെ ഏകദേശം സെന്റർ ആയിട്ടുള്ള നടുവിലെ ഭാഗം, കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ നടുവിലെ ഭാഗം, ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും തീജ്വാലയുള്ളത്. കൃത്യമായി മറ്റൊരു കെട്ടിടത്തിൽ നിന്നുകൊണ്ട് ആ തീജ്വാലയിലേക്കാണ് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്നത്. അപ്പോഴും ഒരു പ്രതിസന്ധിയായി തുടരുന്നത്, അവിടെ നിന്ന് പമ്പ് ചെയ്യുമ്പോൾ പോലും വലിയ രീതിയിൽ അങ്ങോട്ടേക്ക് വെള്ളം എത്തുന്നില്ല, പകുതി വെച്ച് മുറിഞ്ഞു പോകുന്നു, അങ്ങോട്ടേക്ക് കൃത്യമായിട്ട് വെള്ളം എത്തുന്നില്ല എന്നൊരു പ്രതിസന്ധി തുടരുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം. ഒരു ഭാഗം തീ പൂർണ്ണമായും അണക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റെയർ വെച്ച് അങ്ങോട്ടേക്ക് കയറി ഉള്ളിലെ തീ പൂർണ്ണമായും അണക്കാൻ കഴിയും. ആ ശ്രമമാണ് നടത്താൻ ഇപ്പോൾ പോകുന്നത്. പക്ഷേ അതിലൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒരു ഭാഗം തീ പൂർണ്ണമായും അണച്ചു, കെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. തീ ഒരു പക്ഷേ 60%-ഓളമെങ്കിലും 50-60%-ഓളമെങ്കിലും തീ നിയന്ത്രണ വിധേയമായി വരുന്നുമുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ഈ രണ്ടാമത്തെ നിലയിൽ നിന്ന് ഉയർന്ന തീ അത് മുകളിലേക്ക് കൂടെ പടരുകയായിരുന്നു. നേരത്തെ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് തീ പടർന്ന കാര്യം അഖില സൂചിപ്പിച്ചിരുന്നു. അതൊരു വലിയ പ്രതിസന്ധിയായി മാറുമായിരുന്നു. ഒരു ഫയർഫോഴ്സ് സംഘം എത്താൻ വൈകുകയാണെങ്കിൽ, അങ്ങോട്ടേക്ക് വെള്ളം എത്താൻ വൈകുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് മാറുമായിരുന്നു. കാരണം എല്ലാം മരുന്നുകളാണ്, ആ മരുന്നുകളൊക്കെ ഒരു പക്ഷേ കത്തിയിട്ട് വലിയ രീതിയിലുള്ള ദുർഗന്ധമൊക്കെ മറ്റും പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. അതൊരു പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഫയർഫോഴ്സ് സംഘത്തിന് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ആ ഭാഗത്ത് തീയണക്കാൻ ഏകദേശം കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു സാധ്യത, വീണ്ടും അവിടെ ചൂട് കൂടി വീണ്ടും തീ ഉയരുമോ എന്ന സാധ്യതയാണ്. അത് എന്തായാലും ഫയർഫോഴ്സ് സംഘം ആ ഭാഗത്ത് പ്രത്യേകം ഒരു യൂണിറ്റ് സജ്ജീകരിച്ചുകൊണ്ട് തന്നെ തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ടും അണക്കേണ്ടത് ഈ സെന്റർ ഭാഗത്ത് കെട്ടിടത്തിന്റെ നടുവിലായിട്ട് ഉയരുന്ന തീയാണ്. ആ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് നേരത്തെ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് മുകളിലേക്ക് ആ രീതിയിൽ ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്നില്ല. അവർ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത് JCB എല്ലാം ഉപയോഗിച്ച് ആ തകര ഷീറ്റുകളെല്ലാം മാറ്റി ഈ കെട്ടിടത്തിന്റെ മറുഭാഗത്ത് വെള്ളം ചീറ്റി തീ അണക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അനാവശ്യമായിട്ട് വെറുതെ ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിറ്റിലെ വെള്ളം തീരും, പിന്നീട് അത് പുറത്തുപോയി നിറയ്ക്കേണ്ടി വരും. അതുകൊണ്ട് കുറെ കൂടെ ശാസ്ത്രീയമായ, കുറെ കൂടെ നല്ല മാർഗങ്ങൾ നോക്കി തീ അണക്കുക എന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. തുടക്കഘട്ടത്തിലൊക്കെ ആദ്യം തീ പടർന്ന സമയത്തൊക്കെ ഫയർഫോഴ്സ് കൂടിയുണ്ട്. അഖില മറുഭാഗത്ത് നിൽക്കുന്നു. അവിടെ നിന്നും ഇപ്പോൾ ഫോം ഉപയോഗിച്ചാണോ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്? നിലവിൽ എത്ര എഞ്ചിനുകളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്? ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയോ അഖില അവിടെ? ദിവിഷ്, നിലവിൽ ഇപ്പോൾ തീ ആളിക്കത്തുന്ന ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാനില്ല. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല തീ വീണ്ടും പടരുമോ എന്നൊരു സാഹചര്യം. ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതായത് തീ ഏകദേശം നിയന്ത്രണ വിധേയമായി എന്നുള്ളൊരു നില വന്നിരുന്നു. പക്ഷെ വീണ്ടും ഈ മെഡിക്കൽ ഷോപ്പിലേക്ക് തീ പടരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമായോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് വലിയ അതായത് പ്രത്യക്ഷത്തിൽ നമുക്ക് തീജ്വാലകളോ മറ്റൊന്നും കാണുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസും ഈ മെഡിക്കൽ ഷോപ്പിലും ഈ വീണ്ടും പടരാനുള്ള ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. ഇപ്പോൾ ഏകദേശം 3ഓളം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് ഇപ്പോൾ ഫോം പമ്പ് ചെയ്യുന്നത്. മാത്രമല്ല ക്രെയിൻ ഉപയോഗിച്ച് ക്രെയിൻ എത്തി ആളുകളെ മുകളിലേക്ക് അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ മുകളിലേക്ക് കയറ്റിയാണ് ഇപ്പോൾ ഫോം പമ്പ് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കയറിയുള്ള ഒരു തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നേക്കും. കാരണം ഇത് പൂർണ്ണമായും അത് നിയന്ത്രണ വിധേയമായതിനു ശേഷമേ നമുക്ക് അക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ പറ്റൂ. ഇപ്പോൾ വരുന്ന പുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ
പരിസരത്തുള്ളവർക്കൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കണ്ണ് നീറുന്നു, അങ്ങനെ അത്തരത്തിലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ ഇവിടെ നിൽക്കുമ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മെഡിക്കൽ ഷോപ്പിലെ പുകയാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. ഏകദേശം കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലെ പുക പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുന്നു, അടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വരുന്ന പുക ഈ മെഡിക്കൽ ഷോപ്പ് ഗോഡൗൺ കത്തിയതാണ്. വലിയ രീതിയിലുള്ള ഒരു പുകയാണ് ഇപ്പോൾ പ്രദേശത്താകെ വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ജനങ്ങൾ കൂടിയിരിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സമയമല്ല എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന, നൂറുകണക്കിന് ബസ്സുകൾ വന്നു പോകുന്ന, ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു പരിസരം ഇത്തരത്തിലൊരു ചെറിയ സുരക്ഷാ വീഴ്ച പോലും അല്ലെങ്കിൽ വലിയൊരു അപകട സാധ്യത ഉണ്ടായേക്കാമായിരുന്നു. തലനാരിഴയ്ക്കാണ് പല ജീവനുകളും നമുക്ക് രക്ഷിക്കാനായത്. അതായത് വലിയ രീതിയിലുള്ള ഒരു ഏകോപനം ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം നമുക്ക് ഒഴിവായത്. ഒരുപക്ഷെ ജീവന് വരെ ആപത്തുണ്ടാകുന്നത്. കാരണം വൈകുന്നേരമാണ്, ഞായറാഴ്ചയാണ്, പലരും പല ആവശ്യങ്ങൾക്കായി ടൗണിലെത്തുന്നതാണ്, ബസ് സ്റ്റാൻഡുകളെ ആശ്രയിക്കുന്നതാണ്, കെട്ടിടങ്ങളെ ആശ്രയിക്കുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഈ പറയുന്നത് പോലെ വസ്ത്രമെടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും എല്ലാം ഇറങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഈ പറയുന്ന പോലെ കൃത്യമായ ഏകോപനത്തിലൂടെ നടന്നത്. അതിൽ വലിയൊരു അപകടമാണ് ഒഴിവായത് എന്നുള്ളത് സൂചിപ്പിക്കാതെ വയ്യ. കാരണം ഇപ്പോൾ ഈ പറയുന്നത് പോലെ പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും കോഴിക്കോട് ജില്ല അല്ലെങ്കിൽ നഗരഹൃദയങ്ങളിൽ തന്നെ വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തീപിടുത്തങ്ങളുടെയൊക്കെ ഒരു അനുഭവം വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം ജനങ്ങൾ വലിയൊരു ഏകോപന പ്രവർത്തനം നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഏകദേശം കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് മാത്രമല്ല, ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിലേക്ക് തീ പടരുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നതല്ല. കാരണം പകുതിയോളം നിയന്ത്രണ വിധേയമായപ്പോൾ നമ്മൾ കരുതിയതാണ് നിയന്ത്രണ വിധേയമായി, ഇനി ഒരിക്കലും മെഡിക്കൽ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഗോഡൗണിലേക്ക് തീ പടരില്ല എന്നാണ് നമ്മളെല്ലാം കരുതിയിരുന്നത്. പക്ഷെ നമ്മുടെ ഒക്കെ അതിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. നേരത്തെ തന്നെ ഈ അപകടം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിഞ്ഞിരുന്നു. കാരണം ആദ്യം ഈ വലതുവശത്തു കൂടെ PRC മെഡിക്കൽ ഷോപ്പിലേക്ക് തീ പടരാനുള്ള ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ അത് വളരെ പണിപ്പെട്ട് തന്നെയാണ് ഫയർഫോഴ്സ് അത് തടഞ്ഞത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇടതുവശത്തുകൂടെ വീണ്ടും തീ പടർന്ന് ഇപ്പോൾ ഏകദേശം പൂർണ്ണമായും മെഡിക്കൽ ഷോപ്പ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഏകോപനം ഈ ഫയർഫോഴ്സിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ രീതിയിൽ പടരാതെ ഇപ്പോൾ ശരി. എന്തായാലും ആശ്വാസകരമായ വാർത്തകൾ വന്നു തുടങ്ങുന്നു. തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ഇനി ഉള്ളിലെ അവസ്ഥ പൂർണ്ണമായിട്ട് എന്തെന്ന് നമുക്ക് പുറമേ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളിലേക്ക് കയറി എന്താണ് അവസ്ഥ എന്ന് നോക്കിയ ശേഷം കൂടുതൽ തീയണയ്ക്കാനുണ്ടോ എന്നൊക്കെ വിവരങ്ങൾ പുറത്ത് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു.